മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ അലീനയ്ക്ക് വിളിച്ച് അവിടെയുള്ള വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. ആ സമയത്താണ് ഓഫീസിൽ നിന്നും വൈജയന്തി വരുന്നത്. അങ്ങനെ വൈജയന്തി നേരെ ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാം എന്ന് കരുതി മുറിയിലോട്ട് പോകുകയാണ്. അങ്ങനെ മുറിയിലോട്ട് ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ ഫോണിൽ സംസാരിക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ വൈജയന്തിയെ കാണുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് നിൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ, നിനക്ക് ആ വീടും പരിസരവും അവിടെയുള്ളവരെല്ലാവരെയും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ആ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് എന്ന് പറയും. എൻ്റെ പപ്പയുടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്. എന്നെ ഇവിടെ നിന്നും ആട്ടി ഓടിക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അതേപോലെയാണ് ഞാൻ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ആട്ടി ഓടിച്ചിട്ടില്ല. എന്നെ ഇപ്പോൾ ചേർത്ത് നിർത്തി എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അപ്പച്ചനാണ് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രന് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഇതെല്ലാം പുറത്ത് നിന്നുകൊണ്ട് വൈജയന്തി കേൾക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കും അലീനയോട്, നിനക്ക് നിന്റെ പപ്പയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, ആ പപ്പയെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. മദ്യപാനം എല്ലാം കുറക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, മോള് അതിനെല്ലാം മിടുക്കിയാണല്ലോ, അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് നടന്നോളും എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജയന്തി മുറിയുടെ പുറത്തോട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഇപ്പോഴും അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അവളോട് സംസാരിക്കുന്ന സമയത്ത് എന്താ അയാളുടെ സന്തോഷം. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കും, അവിടെ എല്ലാ പരിസരവും കണ്ടോ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, ഇവിടെയുള്ള എസ്റ്റേറ്റുകളും തോട്ടങ്ങളും എല്ലാം എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കും, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, തെറ്റുകൾ കണ്ടപ്പോൾ ഞാൻ തിരുത്താൻ ശ്രമിച്ചു, പക്ഷേ അത് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയും, ഇനി മോള് പപ്പയും കൂടി മാറ്റുമല്ലോ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വൈജയന്തി പപ്പയോ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കും അലീനയോട്, എന്താ അയാളുടെ അപ്പച്ചൻ്റെ പേരെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, ഔതക്കുട്ടിച്ചായൻ എന്ന്. ആ സമയത്ത് ബാലചന്ദ്രൻ, എന്ത് ഔതക്കുട്ടിച്ചായനോ? അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അന്ന്, പക്ഷേ വല്ലാതെ ഒന്നും എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. അന്ന് പറഞ്ഞ ഓർമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഈ പേര് കേൾക്കുന്ന വൈജയന്തി, എന്ത് ഔതക്കുട്ടിച്ചായനോ, എവിടെയോ കേട്ട ഒരു പരിചയം പോലെ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനി മുതൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ട് തന്നെ ആയിരിക്കും നീ വളരുക എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വൈജയന്തി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് സ്റ്റാൻലി ജോസഫോ എന്തെന്ന് വൈജയന്തി നിന്നിടത്തു നിന്ന് ഇങ്ങനെ താന്നു പോകുന്നത് പോലെ വൈജയന്തിക്ക് തോന്നും. അപ്പോൾ സ്റ്റാൻലി പഴയ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വൈജയന്തിയുടെ മനസ്സിലോട്ട് കടന്നു വരും. ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് പറയും, മോള് എവിടെയാണെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇനി ഇത് ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ്. വൈജയന്തി പല തവണയായി ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് എന്താണ് എന്നൊക്കെ, പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് കൂടുതൽ സംസാരിക്കണ്ട, എല്ലാവരും കോളേജും വൈജയന്തി ഓഫീസിൽ നിന്നൊക്കെ വരാറായി, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന വൈജയന്തി ഇങ്ങനെ ഞെട്ടിത്തരിച്ചുകൊണ്ട് സ്റ്റെപ്പിൽ നിന്നും ഇറങ്ങി വൈജയന്തിയുടെ മുറിയിലോട്ട് വരികയാണ്. അങ്ങനെ വൈജയന്തിയുടെ മുറിയിൽ വന്നതിന് ശേഷം ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വൈജയന്തി. സ്റ്റാൻലിയുടെ മകളാണോ അലീന? വൈജയന്തി കരുതും, എൻ്റെ ലാലിച്ചൻ തന്നെയായിരിക്കോ ഈ സ്റ്റാൻലിയെക്കുറിച്ച് തന്നെയായിരിക്കോ ബാലചന്ദ്രൻ അലീനയോട് സംസാരിച്ചത്? സ്റ്റാൻലിയുടെ മകളായിരിക്കുമോ അലീന എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് അതുകൊണ്ടായിരിക്കുമോ അവൾ അന്ന് എന്നോട് പറഞ്ഞത്, ആന്ധ്രയിലുള്ള എല്ലാ കഥകളും എനിക്കറിയാമെന്ന് അവളോട് അവളുടെ പപ്പ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് കരുതുകയാണ്. ഞങ്ങളുടെ ബന്ധത്തിന് ശേഷം അയാൾക്കുണ്ടായതായിരിക്കും അലീന എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആരോട് ചോദിക്കും എന്ന് കരുതുകയാണ്. ഗംഗാധരേട്ടനോട് ചോദിച്ചാൽ, എന്തിനാ നീ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കും. എനിക്കത് ബാലചന്ദ്രനോട് ചോദിക്കാനും പറ്റില്ല, കാരണം ബാലചന്ദ്രന് എൻ്റെ ആന്ധ്രയിലുള്ള ഒരു കാര്യവും അറിയില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് അലീനയ്ക്ക് വിളിക്കാം എന്ന് കരുതിക്കൊണ്ട് വൈജയന്തി ഫോൺ എടുക്കുന്നുണ്ട്. ഇനി അവൾക്ക് തന്നെ വിളിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അലീനയ്ക്ക് ഫോൺ ചെയ്യുകയാണ്. പെട്ടെന്ന് അലീന വൈജയന്തിയുടെ കോള് കണ്ടുകൊണ്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ട്. വിജയന്തി അലീനയോട് ചോദിക്കും, നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിനക്ക് വിളിച്ചത്, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണോ അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറയും. ആ സമയത്ത് ഇത് കേൾക്കുന്ന അലീന ഞെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും മിണ്ടാതെ
വൈജയന്തി ചോദിക്കും. നിന്റെ നാവെന്താടി ഇറങ്ങിപ്പോയോ? നിനക്കെന്തേ സംസാരിക്കാനൊന്നും വയ്യേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. നീ സ്റ്റാൻലിയുടെ മകളാണോ, അതായത് ലാലച്ചൻ്റെ മകളാണോ എന്ന്. ആ സമയത്ത് അലീന പറയും. എന്തിനാ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നത്? നിങ്ങൾക്കറിയാമോ സ്റ്റാലി? ആ സമയത്ത് വൈജയന്തി എനിക്കറിയൊന്നുമില്ല, പക്ഷേ ബാലചന്ദ്രൻ ഇവിടെ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അലീന പറയും, കൂടുതലൊന്നും നിങ്ങൾ ചോദിച്ചറിയാൻ നിൽക്കണ്ട. എൻ്റെ പപ്പ ആരായാലും നിങ്ങൾക്കെന്താ? നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ നിന്നും പോകാൻ പറഞ്ഞു, പോയി. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെക്കുറിച്ചും എൻ്റെ പപ്പയെക്കുറിച്ചും അന്വേഷിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ട് ചെയ്യുക. ആ സമയത്ത് വൈജയന്തി ദേഷ്യത്തോടു കൂടി പറയും, അവൾ ഫോൺ കട്ട് ചെയ്തു, ചോദിച്ചതിനൊന്നും മറുപടിയില്ല. അയാൾ പിന്നീട് കല്യാണം കഴിച്ച് അതിലുണ്ടായതായിരിക്കും അലീന നശിച്ചവൾ. എന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ കുടുംബജീവിതം നശിപ്പിക്കാനും വേണ്ടിയിട്ട് സ്റ്റാൻലി പറഞ്ഞയച്ചതായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.